നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് ഫിഗറൽ ക്യാരക്ടറൈസേഷൻ. എന്താണ് ഫിഗറൽ ക്യാരക്ടറൈസേഷൻ എന്ന് പറയുന്നത്? ഇൻ ഫിഗറൽ ക്യാരക്ടറൈസേഷൻ ദ ക്യാരക്ടർ ഈസ് ദ ക്യാരക്ടറൈസിങ് സബ്ജക്റ്റ്. ഫിഗറൽ ക്യാരക്ടറൈസേഷനിൽ ഒരു ക്യാരക്ടറാണ് അതിൻ്റെ ക്യാരക്ടറൈസിങ് സബ്ജക്റ്റ് എന്ന് പറയുന്നത്. അതായത് ക്യാരക്ടറൈസിങ് എന്ന് പറയുമ്പോൾ എന്താണ്? സ്വഭാവ രൂപീകരണം അല്ലേ? അപ്പോൾ ഒരു സ്വഭാവ രൂപീകരണത്തിൻ്റെ സബ്ജക്റ്റ് വിഷയം എന്ന് പറയുന്നത് അതിലെ ക്യാരക്ടറാണ്, കഥാപാത്രമാണ്. ദിസ് ഈസ് കോൺട്രാസ്റ്റഡ് വിത്ത് ദ നെറോറ്റോറിയൽ ക്യാരക്ടറൈസേഷൻ where the narrator is characterizing subject. അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഇവിടെ നെറോറ്റോറിയൽ ക്യാരക്ടറൈസേഷനുമായിട്ട് കോൺട്രാസ്റ്റഡ് ആണ്, വ്യത്യാസത്തിലാണ്. അങ്ങനെ വേർ ദ നെറേറ്റർ ഈസ് ദ ക്യാരക്ടറൈസിങ് സബ്ജക്റ്റ്. ആ നെറേറ്ററാണ് ഇതിൽ ക്യാരക്ടറൈസിങ് സബ്ജക്റ്റ് എന്ന് പറയുന്നത്. സ്വഭാവ രൂപീകരണത്തിൻ്റെ വിഷയം എന്ന് പറയുന്നത് അതിലെ നെറേറ്ററാണ്, ക്യാരക്ടറാണ് എന്നൊരു ടോപ്പിക്ക് മാത്രമേ ഇവിടെ ഉള്ളൂ. ദ ക്യാരക്ടർ ഈസ് ദ ക്യാരക്ടറൈസിങ് സബ്ജക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ആർ ദ ഡ്രോബാക്സ് ഓഫ് ദി ഫസ്റ്റ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂ? ഫസ്റ്റ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂവിൻ്റെ ഒരു ഡ്രോബാക്സ് എന്ന് പറയുമ്പോൾ ന്യൂനത എന്ന് പറയില്ലേ? എന്താണ് ഫസ്റ്റ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂവിൻ്റെ ന്യൂനത? ഫസ്റ്റ് പേഴ്സൺ എന്ന് പറയുമ്പോൾ IV ആണ് കേട്ടോ. ഓക്കെ, ദ ഡ്രോബാക്സ് ഓഫ് ഫസ്റ്റ് പേഴ്സൺ നെറേറ്റീവ് ആർ മെയിൻലി ടു. രണ്ട് ന്യൂനതകളാണ് മെയിനായിട്ടുള്ളത്. ഏതൊക്കെയാണ്? ഹിയർ ദ നെറേറ്റീവ് ക്യാരക്ടേഴ്സ് ലിമിറ്റഡ് നോളജ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഷേപ്പ് ദ സ്റ്റോറി. അനദർ ഡിഫക്റ്റ് ഈസ് ദാറ്റ് ദ ഫസ്റ്റ് പേഴ്സൺ നെറേറ്റർ കൻ നോട്ട് നെറേറ്റ് ഹിസ് ഡെത്ത്. ശരിയാണല്ലേ? ഒരിക്കലും ഫസ്റ്റ് പേഴ്സൺ നെറേറ്റ് നടത്തുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ആ നെറേറ്ററിൻ്റെ ഡെത്ത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. പിന്നെ ആ നെറേറ്റിംഗ് ക്യാരക്ടറിന് ഒരു ലിമിറ്റഡ് നോളേജ് ആയിരിക്കും ഉണ്ടാകുക. അതുപോലെ അണ്ടർസ്റ്റാൻഡിങ് ഷേപ്പ് ദ സ്റ്റോറി, ഒരു സ്റ്റോറിയുടെ ടോട്ടലായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നതിലും അതുപോലെ നോളേജിലും ഒക്കെ ഒരു ലിമിറ്റഡ് ഉണ്ടായിരിക്കും. അത്രയേ ഉള്ളൂ. രണ്ട് കാര്യങ്ങളാണ്, ലിമിറ്റഡ് നോളേജ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഷേപ്പ് ദ സ്റ്റോറി ആൻഡ് ഫസ്റ്റ് പേഴ്സൺ നെറേറ്റർ കൻ നോട്ട് നെറേറ്റ് ഹിസ് ഡെത്ത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് പോയിന്റ് ഓഫ് വ്യൂ ഇൻ ഫിക്ഷൻ? എത്ര വിധം പോയിന്റ് ഓഫ് വ്യൂ ഉണ്ട്? ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ ആൻഡ് തേർഡ് പേഴ്സൺ. ഫസ്റ്റ് പേഴ്സണിൽ I and we ആണെങ്കിൽ സെക്കൻഡ് പേഴ്സണിൽ you ആണ്. തേർഡ് പേഴ്സൺ എന്ന് പറയുമ്പോൾ he, she, it, they എന്നൊക്കെ വരും. ആൻഡ് പോയിന്റ് ഓഫ് വ്യൂ ഈസ് ദ ഐ ത്രൂ വിച്ച് ദ സ്റ്റോറി ഈസ് പ്രസൻറ്റഡ്. പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുമ്പോൾ അത് ഐ ആണ്. ഏത് രീതിയിലാണെയാണോ ഒരു സ്റ്റോറി പ്രസൻറ്റ് ചെയ്യുന്നത് അതാണ് പോയിന്റ് ഓഫ് വ്യൂ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. റൈറ്റേഴ്സ് ഹാവ് ഡെവലപ്ഡ് വേരിയസ് വേസ് ടു പ്രസൻറ്റ് ദെയർ സ്റ്റോറീസ്. അവരുടെ കഥകൾ പ്രസൻറ്റ് ചെയ്യുന്ന വേരിയസ് വേസ് അവർക്ക് ഉണ്ടല്ലേ? ഫസ്റ്റ് പേഴ്സണും സെക്കൻഡ് പേഴ്സണും തേർഡ് പേഴ്സണും അങ്ങനെ ഏത് പേഴ്സണും റൈറ്റേഴ്സിന് യൂസ് ചെയ്യാം. ദ മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് മോഡ്സ് ആർ ദ ഫസ്റ്റ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂ ആൻഡ് ദ തേർഡ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂ. സാധാരണ രീതിയിൽ ഫിക്ഷനിൽ യൂസ് ചെയ്യാറുള്ള ഫസ്റ്റ് പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നത് ഫസ്റ്റ് പേഴ്സൺ ആണ്. യോർ വി യൂസ് ചെയ്തിട്ടും അതുപോലെ തേർഡ് പേഴ്സൺ ഹി, ഷീ, ഇറ്റ്, ദേ എന്നിവ യൂസ് ചെയ്തിട്ടാണ് ഫിക്ഷനിൽ സാധാരണയായിട്ട് യൂസ് ചെയ്യാറുള്ള സ്റ്റോറി പ്രസൻറ്റ് ചെയ്യാറുള്ള രീതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഹൗ ഡസ് എ നെറേറ്റർ ബിക്കം അൺറിയലബിൾ? എപ്പോഴാണ് ഒരു നെറേറ്റർ അൺറിയലബിൾ ആകുന്നത്? 3 പോയിന്റ് ആണുള്ളത്. എ നെറേറ്റർ ബിക്കംസ് അൺറിയലബിൾ. ഫസ്റ്റ് വൺ, ഇഫ് ഹി ഹാസ് ഓൺലി ലിമിറ്റഡ് നോളേജ് ഓർ ഇൻസൈറ്റ് ഇൻ ടു വാട്ട് ഹി ഈസ് നെറേറ്റിംഗ്. അതായത് ആ ഒരു നെറേറ്ററിന് അവൻ നെറേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ ലിമിറ്റഡ് നോളേജ് മാത്രം ഉണ്ടാകുന്ന സമയത്ത് ആ നെറേറ്റർ ആരായി? അൺറിയലബിൾ ആയി. സെക്കൻഡ് വൺ, ഇഫ് ഹി ഹാസ് എ സ്ട്രോങ് പേഴ്സണൽ ഇൻവോൾവ്മെൻറ്റ് വിച്ച് മേക്സ് ഹിസ് നെറേഷൻ സബ്ജക്റ്റീവ്. അവൻ്റെ സ്ട്രോങ് പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ അവൻ്റെ നെറേഷൻ അത് സബ്ജക്റ്റീവ് ആക്കുന്നുണ്ടെങ്കിൽ, അതിൽ ഇൻവോൾവ് ആകുന്നുണ്ടെങ്കിൽ അതും എന്തായി? അൺറിയലബിളായി. ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ്? യെസ്, നമ്മളിപ്പോൾ എഴുതുന്ന കാര്യത്തിൽ മറ്റുള്ളവരുടെ പേഴ്സണൽ ഒരു പോയിന്റ് ഓഫ് വ്യൂവിലൂടെ നോക്കി കാണുന്നതിനെയാണ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ആ ഒരു രീതിയിൽ പറയുക. ഇനിയിപ്പോൾ സബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ അത് നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ, ഇമോഷൻസും ഫീലിങ്സും ഒക്കെ ഉൾക്കൊള്ളുന്നുണ്ടെങ്കിൽ അതിനെയാണ് സബ്ജക്റ്റീവ് നെറേഷൻ എന്ന് പറയുന്നത്. ഇവിടെ പറയുന്നത് ഒരു സ്ട്രോങ് പേഴ്സണൽ ഒരു നെറേഷൻ സബ്ജക്റ്റീവ് ആക്കുന്നതിൽ ഇൻവോൾവ് ആകുന്നുണ്ടെങ്കിൽ അതെന്തായി? അൺറിയലബിളായി. തേർഡ് വൺ, ഇഫ് ഹിസ് ഐഡിയോളജിക്കൽ ഓറിയൻറ്റേഷൻ ഈസ് ഡിഫറെൻറ്റ് ഫ്രം ദാറ്റ് ഓഫ് ദി ടെക്സ്റ്റ്. ആ ഒരു ടെക്സ്റ്റിൽ നിന്ന് അവൻ്റെ ഐഡിയോളജിക്കൽ ഓറിയൻറ്റേഷൻ വ്യത്യാസമാണെങ്കിലും ആ നെറേറ്റർ അൺറിയലബിളായി. നമുക്കിവിടെ എന്താണ് കാണാൻ സാധിക്കുക? അൺറിയലബിൾ നെറേറ്റർ എന്ന് പറയുന്നത് അദ്ദേഹം കോംപ്രമൈസ് ചെയ്യുന്ന ഒരാളുടെ ക്രെഡിബിലിറ്റി ഉണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ 3 കാര്യങ്ങളാണ്. അദ്ദേഹത്തിന് ഓൺലി ലിമിറ്റഡ് നോളേജ് ഉണ്ടാകുന്ന സമയത്ത്, പിന്നെ ആ ഒരു നെറേഷൻ സബ്ജക്റ്റീവ് ആകുന്ന സമയത്ത്, പിന്നെ ആ ഒരു ടെക്സ്റ്റിൽ നിന്നും ഒരു ഐഡിയോളജിക്കൽ ഓറിയൻറ്റേഷൻ വ്യത്യാസമാകുന്ന സമയത്താണ് ഒരു നെറേറ്റർ ബിക്കം അൺറിയലബിൾ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് ആൻ ഒംനിഷ്യൻ നെറേറ്റർ? ഒംനിഷ്യൻ നെറേറ്റർ, ആ ഒരു ഒംനിഷ്യൻ്റെ മീനിങ് ഓൾ നോവിങ്, എല്ലാം അറിയും എന്നുള്ളൊരു മീനിങ് ആണ്. ആൻ ഒംനിഷ്യൻ നെറേറ്റർ ക്യാൻ എൻറ്റർ ദ കോൺഷ്യസ്നെസ് ഓഫ് എനി ക്യാരക്ടർ, ഇവാലുവേറ്റ് മോട്ടീവ്സ് ആൻഡ് എക്സ്പ്ലെയിൻ ഫീലിങ്സ് ആൻഡ് റീകൗണ്ട് ദ ബാക്ക്ഗ്രൗണ്ട് ആൻഡ് പ്രിഡിക്റ്റ് ദ ഔട്ട്കം ഓഫ് എനി സിറ്റുവേഷൻ.
ഏതൊരു സിറ്റുവേഷനെ കുറിച്ചിട്ടും ഇനി എന്താണ് വരാൻ പോകുന്നത് എന്നതിനെ പ്രെഡിക്റ്റ് ചെയ്യാനും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ റീകൗണ്ടും അതുപോലെ ഓരോ വ്യക്തിയുടെയും അവരുടെ ഒരു മോട്ടീവ്സും അവരുടെ ഫീലിങ്സും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുന്ന എല്ലാം അറിയുന്ന ഒരു വ്യക്തിയാണ് ഒരു ഒംനിഷ്യന്റ് നെറേറ്റർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. He has full knowledge of all the events in the story. ആ സ്റ്റോറിയിൽ നടക്കാൻ പോകുന്ന എല്ലാ ഈവൻസിനെ കുറിച്ചിട്ടും എല്ലാ സംഭവത്തെക്കുറിച്ചും ആർക്കറിയാം? ഒംനിഷ്യന്റ് നെറേറ്ററിന് അറിയാം. He can even describe events happening in different places at the same time. ഒരേ ടൈമിൽ വ്യത്യസ്ത സ്ഥലങ്ങളിലെ ആ ഒരു എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്ന് അദ്ദേഹത്തിന് വളരെ ഈസി ആയിട്ട് അദ്ദേഹത്തിന് ഡിസ്ക്രൈബ് ചെയ്യാൻ സാധിക്കും. ഒംനിഷ്യന്റ് മീൻസ് ഓൾ നോവിങ്, എല്ലാം അറിയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ഫോർഷാഡോവിങ്? എന്താണ് ഫോർഷാഡോവിങ് എന്ന് പറഞ്ഞാൽ അതൊരു ഡിവൈസാണ്. അതായത് ഒരു റൈറ്റർ അദ്ദേഹത്തിൽ ഇനിയിപ്പോൾ ആ സ്റ്റോറിയിൽ എന്താണ് നടക്കാൻ പോകുന്നത് എന്ന കാര്യത്തിനെ കുറിച്ചിട്ട് ജസ്റ്റ് ഒരു ഹിൻസ് നൽകുക. അതാണ് ഫോർഷാഡോവിങ് എന്ന് പറയുന്നത്. ഫോർഷാഡോവിങ് ഇസ് എ ഡിവൈസ് ഇൻ വിച്ച് ദ റൈറ്റർ ഗീവ്സ് സബ്റ്റൽ ഹിൻസ് about the events that are going to happen in the story. Okay, then flash forward ഉണ്ട്, foreshadowing ഉണ്ട്. The difference between flash forward and foreshadowing is that in flash forward the plot jumps ahead to future. നമ്മൾ പറഞ്ഞു ആ ഒരു ഫ്ലാഷ് ഫോർവേഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ആ ഒരു പ്ലോട്ടിൽ നടക്കാൻ പോകുന്ന ഫ്യൂച്ചറിനെ കുറിച്ചിട്ട് എല്ലാ കാര്യങ്ങളും അതിൽ അടങ്ങിയിട്ടുണ്ടാകും. നേരെ അങ്ങോട്ട് ഫ്യൂച്ചർക്ക് അങ്ങോട്ട് ജമ്പ് ചെയ്യുക. ഓക്കെ, അതായത് പ്ലോട്ട് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? സീക്വൻസ് ഓഫ് ഈവൻറ്റ്സ് ആണ് അല്ലേ? ഓക്കെ, ദെൻ പക്ഷേ ഫോർഷാഡോവിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ റൈറ്റർ ഗീവ്സ് സം ഹിൻസ് അബൌട്ട് ലൈറ്റർ ഡെവലപ്മെൻറ്റ്സ്. ഇനി എന്താണ് പോകാൻ പോകുന്നത്, ഇനിയുള്ള ഡെവലപ്മെൻറ്റ് എന്താണെന്നതിനെ കുറിച്ച് ചെറിയ രീതിയിലുള്ള ഹിൻസ് നൽകുന്നതിനെയാണ് ഫോർഷാഡോവിങ് എന്ന് പറയുന്നത്. 15th ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ആൻ അല്യൂഷൻ? അല്യൂഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഇൻഡയറക്റ്റ് റെഫറൻസ് ആണ് ടു അനദർ ലിറ്റററി ഓർ ഹിസ്റ്റോറിക്കൽ വർക്ക്, ഫിഗർ, പ്ലേസ് ഓർ ഈവൻറ്റ്സ്. ഇപ്പോൾ ഒരു സ്റ്റോറി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ സ്റ്റോറിയിൽ നിന്ന് പെട്ടെന്ന് മറ്റൊരു ലിറ്റററി വർക്കിലേക്കോ അല്ലെങ്കിൽ ഒരു ഹിസ്റ്റോറിക്കൽ വർക്കിലേക്കോ ഫിഗറിലേക്കോ പ്ലേസിലേക്കോ ഈവൻറ്റ്സിലേക്കോ ഉള്ളൊരു ഇൻഡയറക്റ്റ് റെഫറൻസ്, ഇൻഡയറക്റ്റ് ആയിട്ട് അതിനെ കുറിച്ചിട്ടൊന്ന് ജസ്റ്റ് പറയാം. അതിനെയാണ് അല്യൂഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ റെഫറൻസ് ഇസ് നോട്ട് എക്സ്പ്ലെയിൻഡ്. എന്നാൽ അങ്ങനെ ഒരു റെഫറൻസ് കൊടുത്തെന്ന് വിചാരിച്ചാൽ അത് കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുകയില്ല. കാരണം എന്താ? ദ ഓദർ തിങ്സ് ദാറ്റ് ദ റീഡർ നോസ് അബൌട്ട് ദ അല്യൂഷൻ. അപ്പോൾ അതായത് ഇത്തരത്തിലുള്ള കൊടുക്കുന്ന കാര്യങ്ങൾ ഒരുവിധം ആളുകൾക്കൊക്കെ അത് അറിയാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു റെഫറൻസിന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് ഓദർ വിചാരിക്കുന്നത്. ആൻഡ് ഇൻ വെസ്റ്റേൺ ലിറ്ററേച്ചർ അല്യൂഷൻ ടു ദി ബൈബിളിക്കൽ ഫിഗേഴ്സ് ആൻഡ് ഗ്രീക്ക് മെത്തഡോളജി ആർ കോമൺ. സാധാരണയായിട്ട് ബൈബിളിക്കലായിട്ടുള്ള ഫിഗേഴ്സും ഗ്രീക്ക് മിത്തോളജിയും ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. ഈ ഒരു അല്യൂഷൻ എന്ന് പറയുന്നത് ഒരു ഇൻഡയറക്റ്റ് റെഫറൻസ് ആണ് ടു അനദർ ലിറ്റററി ഓർ ഹിസ്റ്റോറിക്കൽ വർക്ക്, ഫിഗർ, പ്ലേസ് ഓർ ഈവൻറ്റ്സ്. എന്നാൽ ഈ ഒരു റെഫറൻസിനെ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുകയില്ല. കാരണം ഓദർ തിങ്ക് ചെയ്യുന്നത് അത് റീഡറിന് അറിയാമെന്നുള്ള രീതിയിലാണ്. വാട്ട് ഈസ് ഡസ് എക്സ് മെഷീന? ഡസ് എക്സ് മെഷീന എന്ന് പറയുന്നത് ഒരു ലാറ്റിൻ ഫ്രേസ് ആണ് വിച്ച് മീൻസ് ഗോഡ് ഫ്രം എ മെഷീൻ. ഒരു മെഷീനിൽ നിന്ന് ദൈവം. അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഈ ഒരു പണ്ട് കാലങ്ങളിലേക്ക് നാടകം കളിക്കുന്ന സമയത്ത് ഇപ്പോൾ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്ന സമയത്ത്, ഒരു പ്രോബ്ലം ഉണ്ടാകുന്ന സമയത്ത് അത് നമുക്ക് പരിഹാരം കാണാൻ പറ്റാത്തൊരു പ്രോബ്ലമൊക്കെ ആകുമ്പോൾ ദൈവങ്ങളെ മെഷീനിലാക്കി സ്റ്റേജിലേക്ക് കൊണ്ടുവരുന്നൊരു രീതിയാണത്. The machine in a question is a mechanical device used in the ancient theatre. Ancient theatreൽ പണ്ട് കാലങ്ങളിൽ നാടകങ്ങളിൽ ഒരു മെക്കാനിക്കൽ ഡിവൈസ് യൂസ് ചെയ്തിട്ട് ടു ട്രാൻസ്പോർട്ട് ഡേറ്റീസ്, ദൈവങ്ങളെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന രീതി, ഓൺ ടു ദ സ്റ്റേജ് അറ്റ് എ ക്രിട്ടിക്കൽ പോയിന്റ് ടു റിസോൾവ് എ കോൺഫ്ലിക്റ്റ്. ഒരു കോൺഫ്ലിക്റ്റ്, ഒരു പ്രോബ്ലം റിസോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്റ്റേജിലേക്ക് ദൈവങ്ങളെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നൊരു രീതിയാണ്. അത് മെക്കാനിക്കൽ ഡിവൈസ് യൂസ് ചെയ്തിട്ടാണ് അങ്ങനെ ചെയ്തിരുന്നത്. അതിനെയാണ് ഡസ് എക്സ് മെഷീൻ എന്ന് പറയുന്നത്. ഇതൊരു ലാറ്റിൻ ഫ്രേസ് ആണ്. എന്നാൽ ഇപ്പോൾ ഈ ഒരു ടേം യൂസ് ചെയ്യുന്നത് ഒരു സാറ്റർ രീതിയിലാണ്, ഒരു ആക്ഷേപഹാസ്യ രീതിയിലാണ് ഇപ്പോൾ ഈ ഒരു ഡസ് എക്സ് മെഷീന എന്നൊരു ഫ്രേസ് യൂസ് ചെയ്യുന്നത്. ദ ടേം ഈസ് നൗ യൂസ്ഡ് pejoratively for any improbable or unexpected twist in the story to solve എ കോംപ്ലിക്കേറ്റഡ് പ്രോബ്ലം. ഇപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു ജസ്റ്റ് ഒരു കളിയാക്കുന്ന രീതിയിലാണ് ഡസ് എക്സ് മെഷീന എന്നൊരു പദം കൊണ്ട് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ആൻ എപ്പിഗ്രാഫ്? എപ്പിഗ്രാഫ് എന്ന് പറയുന്ന ഒരു ഷോർട്ട് കൊട്ടേഷൻ ആണ്. അതല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഒരു ചാപ്റ്റർ, ഒരു ബുക്കിൽ അല്ലെങ്കിൽ ഒരു ചാപ്റ്ററിൽ തുടക്കത്തിൽ നമ്മൾ പറയുമല്ലോ ഇതിലെന്താണ് ജസ്റ്റ് അതിൻ്റെ തീം ഓഫ് ദി വർക്ക് പറയുന്നതിന് വേണ്ടിയിട്ട് സജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഷോർട്ട് കൊട്ടേഷൻ മാർക്ക് യൂസ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ ഉണ്ട്. ദ പ്രസൻറ്റ് ടെക്സ്റ്റ് ഡബിൾ കൊട്ടേഷൻ മാർക്ക് അപ്രിസിയേറ്റിംഗ് ഫിക്ഷൻ ഹാസ് എ
epigraph at the start of each of the modules. ഓക്കെ, അപ്പോൾ ഇതാണ് എപ്പിഗ്രാഫ് എന്ന് പറയുന്നത്. ഒരു ഷോർട്ട് കൊട്ടേഷനാണ് ഒരു ചാപ്റ്ററിൻ്റെ അല്ലെങ്കിൽ ഒരു ബുക്കിൻ്റെ തുടക്കത്തിൽ അതിൻ്റെ തീം ഓഫ് ദി വർക്ക് സജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പറയുന്നതിന് വേണ്ടിയിട്ടാണ് എപ്പിഗ്രാഫ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, what is anthropomorphism? Anthropomorphism is the attribution of human characteristics to animals, birds and other inanimate objects. ഇപ്പോൾ അനിമൽസിന്, ബേർഡ്സിന് അല്ലെങ്കിൽ അതുപോലെയുള്ളൊരു ഇനാനിമേറ്റ് ഒബ്ജക്ട്സിനൊക്കെ ഹ്യൂമൻ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട് എന്ന് ആട്രിബ്യൂട്ട് ചെയ്യാം. അതായത് മനുഷ്യനെ പോലെ തന്നെ ഇമോഷൻസും ഫീലിങ്സിനും ഒക്കെ അനിമൽസിനും ബേർഡ്സിനും ഉണ്ട് എന്ന രീതിയിൽ പറയുന്നതിനെയാണ് ആന്ത്രപ്പോമോർഫിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഈ ഒരു ബുക്കിൽ ജോർജ് ഓർവെലിൻ്റെ അനിമൽ ഫാം എന്നൊരു ലോങ് ഫിക്ഷൻ പഠിക്കാനുണ്ട്. ഇതിൽ ഒരു ബെസ്റ്റ് എക്സാമ്പിളായിട്ട് നമുക്ക് അതിനെ പറയാം. ജോർജ് ഓർവെൽ ഹാസ് യൂസ്ഡ് ഇറ്റ് എഫക്റ്റീവ്ലി ഇൻ ഹിസ് അനിമൽ ഫാം വിത്ത് ഗ്രേറ്റ് എഫക്റ്റ്. പിന്നെ ആന്ത്രപ്പോമോർഫിസവും അതുപോലെ പേഴ്സോണിഫിക്കേഷനും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ആന്ത്രപ്പോമോർഫിസം എന്ന് പറയുമ്പോൾ അതിൽ നോൺ ഹ്യൂമൻ ക്യാരക്ടറിൽ അതിൽ ഹ്യൂമൻ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്, ശരിക്കും ഉണ്ട് എന്ന് പ്രോസസ്സ് ചെയ്യാം. എന്നാൽ പേഴ്സോണിഫിക്കേഷനിൽ അങ്ങനെ പറയുന്നില്ല. ലൈക്ക് അവരെ പോലെ ആണ് എന്നുള്ള രീതിയിലാണ് ഇവിടെ പറയുന്നത്. ആന്ത്രപ്പോമോർഫിസത്തിൽ മനുഷ്യൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഉണ്ട് എന്ന് പറയുന്നു. അതുപോലെ പേഴ്സോണിഫിക്കേഷനിൽ നോൺ ഹ്യൂമൻ ക്യാരക്ടർ ലൈക്ക് അവരെ പോലെ ആ ഒരു ലെവലിലേക്കാണ് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് എ പാരഡി ഇൻ ലിറ്ററേച്ചർ? സാഹിത്യത്തിൽ എന്താണ് പാരഡി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പാരഡി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മോക്കിംഗ്, ഒരു കളിയാക്കുക എന്നൊക്കെ പറയില്ലേ. ഓക്കെ, എ പാരഡി ഈസ് എ മോക്കിംഗ് ഇമിറ്റേഷൻ ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ് ഫ്യൂച്ചേഴ്സ് ഓഫ് എ പെർട്ടിക്കുലർ വർക്ക്, ദ സ്റ്റൈൽ ഓഫ് എ പെർട്ടിക്കുലർ ഓതർ ഓഫ് ദ ഫ്യൂച്ചേഴ്സ് ഓഫ് ദ ലിറ്റററി ജനർ. അത് ഏത് രീതിയിലുള്ള സാഹിത്യത്തിലോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പെർട്ടിക്കുലർ ഓതറിനെയോ അല്ലെങ്കിൽ ആ ഒരു ഓതറിൻ്റെ സ്റ്റൈലിനെയോ ഒരു പെർട്ടിക്കുലർ വർക്കിനെയോ അതിൻ്റെ ഫ്യൂച്ചേഴ്സിനെയോ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിനെയൊക്കെ ജസ്റ്റ് മോക്ക് ചെയ്തിക്കാണ്ട് ഇമിറ്റേഷൻ നടത്തുന്നതിനെയാണ് പാരഡി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വാട്ട് ഈസ് എ പാസ്റ്റിഷൻ? എ പാസ്റ്റിഷൻ ഈസ് എ ടെക്സ്റ്റ് ദാറ്റ് ബോറോസ് ഹെവിലി ഫ്രം അതർ ടെക്സ്റ്റ്. മറ്റുള്ളവരുടെ ടെക്സ്റ്റിൽ നിന്നും മറ്റുള്ളവരെ എഴുതിയ വർക്കിൽ നിന്നും ബോറോ ചെയ്യുന്ന ഒരു ടെക്സ്റ്റാണ് പാസ്റ്റിഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻ ദ ഓൾഡൻ ടൈംസ് ഇറ്റ് വാസ് യൂസ്ഡ് ടു ഷോ ദ ലാക്ക് ഓഫ് ഒറിജിനാലിറ്റി. ആദ്യകാലങ്ങളിലേക്ക് ഇതിനൊരു ഒറിജിനാലിറ്റി ഒന്നും കൊടുത്തിട്ടില്ലായിരുന്നു. എന്നാൽ ബട്ട് വിത്ത് ദ കമ്മിങ് ഓഫ് പോസ്റ്റ് മോഡേണിസം ഇറ്റ് ഹാസ് അച്ചീവ്ഡ് സം റെസ്പെക്റ്റബിലിറ്റി. എന്നാൽ ഇപ്പോൾ പോസ്റ്റ് മോഡേണിസത്തിൽ ഇതിന് കുറച്ചൊക്കെ റെസ്പെക്റ്റബിലിറ്റി ഒക്കെ അച്ചീവ് ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഷുഡ് നോട്ട് ബി കൺഫ്യൂസ്ഡ് വിത്ത് പ്ലാജിയാരിസം. ഇത് പ്ലാജിയാരിസത്തിനെ പോലെ ആണോ എന്ന് കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പാസ്റ്റിഷൻ ഇൻവോൾവ്സ് ഓപ്പൺ ബോറോവിങ് വിത്ത് നോ ഡെക്കപ്റ്റീവ് ഇൻറ്റൻഷൻ. പ്ലാജിയാരിസത്തെ പോലെ ഇത് മോഷണമല്ല. പ്ലാജിയാരിസം എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എൻ ആക്ട് ഓഫ് സ്റ്റീലിംഗ് ആണല്ലേ, അതുപോലെയല്ല, ഇതൊരു ഓപ്പൺ ബോറോവിങ് ആണ്. അപ്പോൾ പാസ്റ്റിഷൻ എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റാണ് മറ്റുള്ളവരുടെ ടെക്സ്റ്റിൽ നിന്നും ബോറോ ചെയ്തിട്ടുള്ള ഒരു ഓപ്പൺ ബോറോവിങ് ആയിട്ടുള്ളൊരു ടെക്സ്റ്റാണ് പാസ്റ്റിഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ മോണോലോജിക് ആൻഡ് ഡയലോജിക് നോവൽസ്. മോണോ എന്നൊരു വേർഡിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കണം സിംഗിളാണ്. ഡൈ എന്നാൽ അപ്പോൾ എന്താണ്? ഡൈ ടു ആണ് കേട്ടോ. In a monologic novel, the nomination is by a single controlling voice, although there are dialogues in it. ഒരു നോവലിൽ ഒരുപാട് ഡയലോഗ്സ് ഉണ്ടെങ്കിലും ആ ഡയലോഗ്സിനൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ഒരു സിംഗിൾ വോയിസ് ആയിരിക്കും. ഓക്കെ, ഒരുപാട് ഡയലോഗ്സ് ഉണ്ടെങ്കിൽ പോലും അതിനൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ഒരു സിംഗിൾ വോയിസ് ആയിരിക്കും, അതിനൊക്കെ ഡോമിനേഷൻ നടത്തുന്നത്. അതിനെയാണ് മോണോലോജിക് നോവൽ എന്ന് പറയുന്നത്. എന്നാൽ ഡയലോജിക് നോവൽസോ അതിൽ ഓൾസോ ഡിഫറെൻറ്റ് കോൺഫ്ലിക്റ്റിംഗ് വോയിസ് ടു ബി ഹിയർ. നമുക്ക് പല രീതിയിലുള്ള വോയിസും നമുക്ക് കേൾക്കാം, അത്രയേ ഉള്ളൂ. മോണോ സിംഗിളാണ്, ഡയലോജിക് എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് വോയിസ് നമുക്ക് കേൾക്കാം. ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ഹിസ്റ്റോറിക്കൽ ഫിക്ഷൻ? ഗിവ് എക്സാമ്പിൾസ്. ഹിസ്റ്റോറിക്കൽ ഫിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രിയേറ്റിവിറ്റിയാണ്, ഇമാജിനേഷൻ ആണല്ലേ. അപ്പോൾ ഹിസ്റ്റോറിക്കൽ ഫിക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ടൈപ്പ് ഓഫ് ഫിക്ഷൻ തന്നെയാണ്. ഇൻ വിച്ച് ആൻ ഇമ്പോർട്ടൻറ്റ് ഹിസ്റ്റോറിക്കൽ ഈവൻറ്റ്സ് ഓർ ആൻ ഇറ സെർവ്സ് എ backdrops to a story that may include fictional characters or historical personage or a mix of both historical novels. ഇപ്പോൾ ഒരു ഹിസ്റ്റോറിക്കൽ ഫിക്ഷനിൽ അത് കാണിക്കുന്നത് ഒരു ഹിസ്റ്റോറിക്കൽ ഈവൻറ്റ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു എറ ആയിരിക്കാം. എന്നിരുന്നാലും അതിൽ ഉൾക്കൊള്ളുന്ന ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഇമാജിനേഷനുള്ള ക്യാരക്ടേഴ്സ് ആയിരിക്കും, ഫിക്ഷണൽ ക്യാരക്ടേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ ഉള്ളവർ തന്നെ ആയിരിക്കാം, ചരിത്രപരമായിട്ടുള്ള ആളുകൾ തന്നെ ആയിരിക്കാം. എന്നാൽ ചില സമയങ്ങളിൽ ഇവ രണ്ടുപേരും ഫിക്ഷണൽ ക്യാരക്ടേഴ്സും ഉണ്ടായിരിക്കാം, ഹിസ്റ്റോറിക്കൽ ക്യാരക്ടേഴ്സും ഉണ്ടായിരിക്കാം. ഈ ഒരു രീതിയിലും ഹിസ്റ്റോറിക്കൽ ഫിക്ഷനിൽ ഉണ്ടാകുന്ന ക്യാരക്ടേഴ്സാണ്. ഇനി ഇത് എന്താണ് കാണിക്കുന്നത്? ട്രൈ ടു ഷോ ദ സ്പിരിറ്റ്, മാനേഴ്സ്, സോഷ്യൽ നോംസ്, കസ്റ്റംസ് ആൻഡ് സോഷ്യൽ കണ്ടീഷൻ ഓഫ് ദി പാസ്റ്റേജിൽ നടന്നിട്ടുള്ള സോഷ്യൽ കണ്ടീഷൻസ്, അന്നത്തെ ആ ഒരു മാനേഴ്സ്, സ്പിരിറ്റൊക്കെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഹിസ്റ്റോറിക്കൽ ഫിക്ഷൻ യൂസ് ചെയ്യുന്നത്.
And to add interest and credibility to the narrative, the writers may add some realistic details. ഇപ്പോൾ ഒരു ക്രെഡിബിലിറ്റി, ഒരു ഇൻട്രസ്റ്റിനെ ആഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു നെറേറ്റർക്ക് അത് എഴുതുന്ന സമയത്ത് ചില റിയലിസ്റ്റിക് ആയിട്ടുള്ള ഡീറ്റെയിൽസും ആഡ് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഹൗ ഡസ് ക്രൈം ഫിക്ഷൻ ഡിഫർ ഫ്രം ഡിറ്റക്റ്റീവ് ഫിക്ഷൻ? ഡിറ്റക്റ്റീവ് ഫിക്ഷനും ക്രൈം ഫിക്ഷനും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇൻ ഡിറ്റക്റ്റീവ് ഫിക്ഷൻ എ ഡിറ്റക്റ്റീവ് എയ്തർ ആൻ അമാറ്റർ ഓർ എ പ്രൊഫഷണൽ. ഒരു ഡിറ്റക്റ്റീവ് ഉണ്ടായിരിക്കും ഡിറ്റക്റ്റീവ് ഫിക്ഷനിൽ. അത് ആരായിരിക്കാം? ഒന്നുകിൽ ഒരു അമാറ്റർ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ഡിറ്റക്റ്റീവ് ആയിരിക്കാം. അദ്ദേഹം ഒരു ഇൻവെസ്റ്റിഗേറ്റ്സ് എ ക്രൈം ഓഫൻ ഇൻവോൾവിങ് എ മർഡർ. ഒരു മർഡർ പോലെയുള്ള ഒരു ക്രൈം അദ്ദേഹം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാണ്. ദ ഡിറ്റക്റ്റീവ് സോൾവ് ദ പ്രോബ്ലം ഓർ സോൾവ് ദ ക്രൈം. ആ ഒരു ക്രൈം ഡിറ്റക്റ്റീവ് സോൾവ് ചെയ്യുന്നുണ്ട്. ഏതിലൂടെ? ത്രൂ ദ യൂസ് ഓഫ് ഡിറ്റക്റ്റീവ് റീസണിങ് ഫ്രം വേരിയസ് ക്ലൂസ്. വ്യത്യസ്ത രീതിയിലുള്ള ക്ലൂസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഒരു ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് ആ ഒരു ക്രൈം സോൾവ് ചെയ്യുന്നതാണ് ഡിറ്റക്റ്റീവ് ഫിക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ്, ഇൻ ക്രൈം ഫിക്ഷൻ, എന്താണ് ക്രൈം ഫിക്ഷൻ? ദ ഫോക്കസ് ഈസ് ഓൺ ദ ക്രിമിനൽ ആൻഡ് ഹിസ് സൈക്കോളജിക്കൽ സ്റ്റേറ്റ് റാദർ ദാൻ ഓൺ ദ ഡിറ്റക്റ്റീവ് ആൻഡ് ഹിസ് ഇൻവെസ്റ്റിഗേഷൻ സ്ട്രാറ്റജീസ്. ഇവിടെ ഒരു ക്രൈം ഫിക്ഷൻ എന്ന് പറയുന്ന സമയത്ത് അവിടെ ഒരു ഡിറ്റക്റ്റീവിൻ്റെ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ സ്ട്രാറ്റജീസിനല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ആ ക്രിമിനലിന്, അദ്ദേഹത്തിൻ്റെ ഒരു സൈക്കോളജിക്കൽ സ്റ്റേറ്റിനാണ് ക്രൈം ഫിക്ഷനിൽ ഫോക്കസ് ചെയ്യുന്നത്. ക്രൈം, ക്രിമിനൽ. ഓക്കെ, ക്രൈം ഫിക്ഷനും ഡിഫറെൻറ്റ് ഫ്രം ഡിറ്റക്റ്റീവ് ഫിക്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം, വാട്ട് ഈസ് ആൻറ്റി നോവൽ? എന്താണ് ആൻറ്റി നോവൽ നോക്കാം. ആൻറ്റി നോവൽ ഈസ് എക്സ്പെരിമെൻ്റൽ ഫിക്ഷൻ. ഇതൊരു എക്സ്പെരിമെൻ്റൽ ഫിക്ഷനാണ്. It dispenses with certain traditional elements of fiction. In anti-novel, there is no characterization, descriptions of state of mind, locations in time and space, or the unfolding or unordered plot. It challenges the expectation of the reader. Readers are given a series of visual perspectives